ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീചേടത്തി അച്ഛനെ കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നന്ദിനിയത്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, വെറുതെ ഇരുന്ന് ക്രെഡിറ്റ് കിട്ടിയില്ലേ എന്നൊക്കെ പറയുക. അപ്പം നന്ദിനി പറയുന്നുണ്ട്, നീ എന്നെ കൊണ്ടൊന്ന് പെടുത്തിയതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുക, അല്ല ഇത്രയും കൂടെ വലിയ കേക്ക് മേടിക്കാമായിരുന്നെന്ന് പറയായിരുന്നു എന്ന് വേദ പറയുവാണേ. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെ ധാരാളം എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിഷുവും കയറി വരുന്നുണ്ട്. ഞാൻ വൈകിയില്ലല്ലോ അല്ലേന്ന് ചോദിച്ച്. അല്ലെങ്കിലും ഈ വീട്ടിലെ തൊണ്ടഭാഗ്യം ഏറ്റവും കൂടുതലുള്ളതെന്ന് വിഷുവേട്ടനാണെന്ന് ഈ വീട്ടിൽ ആർക്കും അറിയാൻ വയ്യാത്തത്. എവിടെയാണെങ്കിലും പാഞ്ഞെത്തൂലേ എന്നിങ്ങനെ വിനയം പറയുവാണേ. അത് ശരിയാണ്, എനിക്കിത്തിരി ഭാഗ്യം കൂടുതലുണ്ടെന്നിങ്ങനെ വിഷുവും പറയുന്നുണ്ട്. അന്നത്തേക്ക് ഇനി കേക്ക് കട്ട് ചെയ്യുക എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിനും അച്ഛൻ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, അതാ വിക്രം വന്നു തോന്നുന്നു എന്ന് പറഞ്ഞ് പതി ഇങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനും അച്ഛൻ കമല എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇനി നിന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യുവാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിഷും ഉള്ളിലേക്ക് ഇങ്ങനെ പതിയെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വേദ കണ്ണിട്ട് വിക്രമിനെ കാണിക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറി വരാൻ. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ അമ്മയുടെ കൈ കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ കൊടുക്കുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഈ അച്ഛന് അത് അമ്മയുടെ വായി വെച്ച് കൊടുത്താൽ എന്താ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ഛൻ ശ്രീജയത്തയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യുക, എല്ലാവർക്കും വീതിച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്രീജയത്തി എല്ലാവർക്കും കേക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വിശ്വം പെട്ടെന്ന് തന്നെ സമ്മാനമായിട്ട് അച്ഛന് മുണ്ടും അമ്മയ്ക്ക് സെറ്റ് മുണ്ടുവാന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് എടുത്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കിനും അച്ഛനിങ്ങനെ ചോദിക്കുകയാണ്, അതിന് നീ ജോലിക്ക് പോകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് എൻ്റെ പൈസ വന്നു ചോദിക്കുക. ഇല്ല, അതവിടെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു, അവിടെ അങ്ങനെ ഒരു സ്കീമും കൂടെ ഉണ്ടച്ചാ, ഇത് മേടിക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വം അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നുണ്ട്, ഇത് അച്ഛന് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും കൊടുക്കും, ഇത് അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലോട്ടും കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അത് മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് വെക്കും. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കടന്നു വരുവാണ്. പാഴ്സലൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോഴത്തേക്കിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഒരു കഷ്ണം കേക്ക് ഇവനും കൂടെ കൊടുക്കുക എന്ന് വിശ്വം പറയുന്നുണ്ട് കേട്ടോ. അപ്പം വിശ്വം പറയുന്നുണ്ട്, വേണ്ട ഏട്ടാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛൻ അതങ്ങോട്ട് തട്ടിക്കളയുക പെട്ടെന്ന്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഈ വീട്ടിൽ പതിവില്ലാത്തൊരു കാര്യം അരങ്ങേറിയപ്പോൾ തന്നെ ഇതിൻ്റെ സംവിധാനം ആരുടെയാണെന്ന് എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. തട്ടിക്കളഞ്ഞതിന് ശേഷം വിക്രം ആകപ്പാടെ അങ്ങനെ സങ്കടത്തിൽ മുഖം തിരിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ വേദനയെ അച്ഛൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രണ്ടാളും തല തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും